എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ നാളെ മുതൽ ജൂൺ 10-ാം തീയതി വരെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടക്കും. അപ്പോൾ നാളെ മുതൽ വിദ്യാർത്ഥികൾക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് നിങ്ങളുടെ പുതുക്കിയ ഡേറ്റ് പ്രകാരമുള്ള പുതിയ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾ പഴയ അഡ്മിറ്റ് കാർഡാണ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള പുതിയ ഡേറ്റിലുള്ള അതായത് പുതിയ എക്സാം സമയത്തുള്ള അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഫാർമസി അതുപോലെ തന്നെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ജൂൺ 9-ാം തീയതി വരെയാണ് പരീക്ഷ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് ഈ ഒരു പരീക്ഷ നടക്കുക. അപ്പോൾ 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതായത് 3 മണിക്കൂറാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏകദേശം 11:30 മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം ഹാളിലേക്ക് അതായത് 11:30 മുതൽ 1 മണിക്കൂറിൽ വിദ്യാർത്ഥികൾ എക്സാം സെൻറ്ററിൽ എത്തിച്ചേരേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫാർമസി പരീക്ഷ ജൂൺ 10-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ഏകദേശം 1 മണി മുതൽ 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം. 3:30 മുതൽ 5 മണി വരെയാണ് ഈ ഒരു ബി.ഫാം അതായത് ഫാർമസി ഓൺലി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിന് ഹാജരാകുന്ന സമയത്ത് നിർബന്ധമായിട്ടും പുതുക്കിയ ഡേറ്റ് പ്രകാരമുള്ള പുതിയ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ID കാർഡ്, അതായത് നിങ്ങൾക്ക് ആധാർ കാർഡ്, അതുപോലെ ഈ ഒരു പാസ്പോർട്ട്, അതുപോലെ തന്നെ വോട്ടർ ID, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതുപോലെ ഏതും നിങ്ങളുടെ ഫോട്ടോ പതിച്ചിട്ടുള്ള ഒറിജിനൽ ID കാർഡ് നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ പുതുക്കിയ ഡേറ്റ് പ്രകാരമുള്ള അഡ്മിറ്റ് കാർഡും നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബോൾ പോയിൻ്റ് പേനയും കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് വിദ്യാർത്ഥികൾക്ക് എക്സാം ഹാളിലേക്ക് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് പരീക്ഷയിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ പേപ്പറിൻ്റെ മാർക്കാണ്, അതായത് ഒരു സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മാർക്കാണ് പരിഗണിക്കുക. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. തെറ്റുത്തരം നിങ്ങൾക്ക് അറിയാതെ രേഖപ്പെടുത്തി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വീണ്ടും മാറ്റിയിട്ട് ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു രീതിയിൽ 5 ചോയ്സാണ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ആദ്യം തന്നെ ഈ ഒരു C എന്ന ആൻസറാണ് ആദ്യം കറക്റ്റാണെന്ന് തോന്നുന്നു, പിന്നീട് നിങ്ങൾക്ക് അത് തെറ്റാണ്, D എന്ന ആൻസറാണ് കറക്റ്റ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്ത ഒരു ആൻസർ D സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പുതുക്കിയ ആൻസർ, അതായത് പുതിയ ആൻസർ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഹാളിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്ട്രക്ടർമാർ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ്, അതായത് നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഈ ഒരു സംശയങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ മറ്റോ നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിലെ ഇൻവിജിലേറ്റർമാരോട് കാര്യം ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണ്, അതായത് എന്തെങ്കിലും സിസ്റ്റം സ്ലോ ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്ട്രക്ടർമാരോട് കാര്യം, അതായത് ഇൻവിജിലേറ്റർമാരോട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പുതിയൊരു സിസ്റ്റത്തിൽ തന്നെ ഈ ഒരു എക്സാമിൻ്റെ അതേ ടൈമിൽ, അതായത് 3 മണിക്കൂർ ആയിട്ട് തന്നെ ഈ ഒരു എക്സാം നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഒട്ടും പേടിയില്ലാതെ ഈ ഒരു എക്സാം എഴുതുക. അതുപോലെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സ്കോർ എത്രത്തോളമാണ് അത് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കാതെ തന്നെ ഈ ഒരു പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് മെയിനായിട്ടുള്ള ഈ ഒരു ഒറിജിനൽ എക്സാമിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യം കൂടി മറന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ സാധാരണഗതിയിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസി, മെഡിക്കൽ ആൻഡ് അലൈഡ്, ആർക്കിടെക്ചർ എന്നിവ. അപ്പോൾ ഈ ഒരു ഫാർമസി, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സസ് എന്നിങ്ങനെ ഈ ഒരു 4 വിഭാഗം കോഴ്സുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം വഴി അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ ഒരു കീം എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് ഈ ഒരു CBT എക്സാമിനേഷൻ നടത്തുന്നത് ഈ ഒരു ഫാർമസി അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, ഈ ഒരു 2 വിഭാഗം കോഴ്സുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കീം പരീക്ഷ നടത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫാർമസിയും അതുപോലെ എഞ്ചിനീയറിംഗും ഈ ഒരു 2 വിഭാഗം ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഇതിൽ എഞ്ചിനീയറിംഗ് മാത്രമോ അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസിയും ഇവ രണ്ടും മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെ എക്സാമിനേഷൻ നടത്തുന്നത്. ഫാർമസി ഓൺലി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ, അത് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാതെ ഫാർമസിയും അതുപോലെ തന്നെ മെഡിക്കൽ, ആർക്കിടെക്ചർ ഈ ഒരു 3 മാത്രം അല്ലെങ്കിൽ ഫാർമസി ഓൺലി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 10-ാം തീയതി എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
ഫാർമസി പ്രവേശനത്തിൻ്റെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എഴുതുന്ന പരീക്ഷയുടെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അതായത് ഫിസിക്സിൻ്റെ 45 ക്വസ്റ്റ്യനും കെമിസ്ട്രിയുടെ 30 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ അതായത് മാത്സിൻ്റെ 75 ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക. ടോട്ടൽ 150 ക്വസ്റ്റ്യൻ. ടോട്ടൽ മാർക്ക് 600ലാണ് ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് കറക്റ്റായ ആൻസറിന് 4 മാർക്കും അതുപോലെ തെറ്റായിട്ടുള്ള ആൻസറിന് നെഗറ്റീവ് 1 മാർക്കുമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അതായത് 6 മാർക്ക് സെപ്പറേറ്റ് സിസ്റ്റം രേഖപ്പെടുത്തുകയും അത് ഫാർമസി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കാണ്, അതായത് ഈ ഒരു ഫാർമസി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് ഈ ഒരു ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് മാറ്റും. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ ആ ഒരു മാർക്കിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ടും മാറ്റുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫാർമസി കോഴ്സ്, അത് ഫാർമസി കോഴ്സ് ഓൺലി മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജൂൺ 10-നാണ് എക്സാമിനേഷൻ. അപ്പോൾ ഫാർമസി പരീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഫിസിക്സ് 45 ക്വസ്റ്റ്യനും അതുപോലെ കെമിസ്ട്രി 30 ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക. ടോട്ടൽ ഓരോ ശരിയുത്തരത്തിനും 4 മാർക്ക് വീതവും അതുപോലെ തന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് 1 മാർക്കുമാണ് ഉണ്ടാവുക. ടോട്ടൽ മാർക്ക് 300ലാണ് വരിക. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം മാക്സിമം മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികളിൽ ചോദിച്ച മറ്റൊരു സംശയമായിരുന്നു ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസും ആർക്കിടെക്ചർ കോഴ്സിലേക്കുമുള്ള അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം നൽകുന്നത്. നീറ്റിൻ്റെ സ്കോർ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസിന് 2 റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കുകയും ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മെഡിക്കൽ കോഴ്സിലേക്കും അതുപോലെ മറ്റൊരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് നാറ്റ എക്സാമിനേഷൻ്റെ സ്കോർ അനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. നാറ്റ എക്സാമിനേഷൻ്റെ സ്കോറും +2ൻ്റെ സ്കോറും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാറ്റ, അതായത് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിനുള്ള നടപടികൾ, ആ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഫാർമസി അതായത് ഫാർമസി കോഴ്സ് പഠിക്കാൻ, അത് ബിഫാം കോഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഫിസിക്സ്, കെമിസ്ട്രി പരീക്ഷ നന്നായിട്ട്, അതായത് ആ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എഞ്ചിനീയറിംഗ് കൂടി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു മാത്സും കൂടി നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫാർമസി ഓൺലി ആയിട്ടുള്ളവർ ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. കാരണം എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കാണ് +2ൻ്റെ മാർക്ക് പരിഗണിക്കുന്നത്. ഫാർമസി പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു കീമിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു പോർഷനിൻ്റെ മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതുക. എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു നോർമലൈസ്ഡ് മാർക്ക് 10 മാർക്കാണ് ഈ ഒരു എലിജിബിലിറ്റിക്കായിട്ട് അതായത് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാമിനേഷൻ ഏകദേശം ഒരു 20-40 മാർക്കൊക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 600-ൽ ഈ ഒരു 10 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഈ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ മാത്രമേ ജോയിൻ ചെയ്യാനായിട്ട്, അതായത് അഡ്മിഷൻ നേടാനൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 600-ൽ ജസ്റ്റ് ഒരു 500 എബോവ്, അല്ലെങ്കിൽ ഈ ഒരു ഫാർമസി കോഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു 250 എബോവ് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ട് നന്നായിട്ട്, അതായത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇൻവിജിലേറ്റർമാരോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അതെങ്ങനെ ഈ ഒരു ആൻസർ ചെയ്യണം, അതുപോലെ തെറ്റുത്തരം സെലക്ട് ചെയ്താൽ അതെങ്ങനെ മാറ്റി സെലക്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതുക. നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് പുതുക്കിയ ഡേറ്റ് പ്രകാരമുള്ള അഡ്മിറ്റ് കാർഡും അതുപോലെ നിങ്ങളുടെ ഒരു വാലിഡ് ആയിട്ടുള്ള ID കാർഡും അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പേനയും, നിങ്ങൾക്ക് ബോൾ പോയിൻറ്റ് പേനയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബയോമെട്രിക് ഡീറ്റെയിൽസൊക്കെ ഈ ഒരു എക്സാമിനേഷൻ പോകുന്ന സമയത്ത് എടുക്കുന്നതാണ്. അതിനായിട്ടാണ് വിദ്യാർത്ഥികളോട് നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്താനായിട്ട് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിനേഷൻ നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.